ആകാംക്ഷയുമായി മൂവാറ്റുപുഴയിലേക്ക് കടന്നു വന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ അവറുകളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സദസ്സിന് നമ്മൾ മോഡറേറ്ററായി നിശ്ചയിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിലെ ഒരു പൗരപ്രമുഖനും മേളയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ എഴുത്തുകാരനുമെല്ലാമായ നിങ്ങൾക്കെല്ലാം സുപരിചിതനായ മോഹൻദാസ് സൂര്യനാരായണനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉല്ലാസ് തോമസ്, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ PPL ദോസ്, അതുപോലെ തന്നെ കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ മിസ്റ്റർ ദിലീപ് കുമാർ, വൈസ് ചെയർപേഴ്സൺ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലേഴ്സ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ശ്രീ ജോയി മാളിയേക്കൻ അവറുകൾ, അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ജോണി മെതിപാറ, നിർമ്മല കോളേജ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻ്റണി, അതുപോലെ തന്നെ ഇടുക്കി പ്രൊഫഷണൽ കോൺഗ്രസ് ചാപ്റ്ററിൻ്റെ ഇൻചാർജായിട്ടുള്ള ശ്രീ ബ്രീസ് പൗലോസ് ഉൾപ്പെടെ ഇവിടെയുള്ള മൂവാറ്റുപുഴയുടെ പൗരാവലിയെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ട് മോഹൻദാസിന് വേണ്ടിയിട്ട് ഞാൻ വേദി ഒഴിയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മൂവാറ്റുപുഴ നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രൊഫൈലുള്ള ഡോക്ടർ ശശി തരൂരുമായി ടോക്ക് വിത്ത് തരൂർ എന്നുള്ളൊരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് ഒരു പരിധിവരെ കാരണമായിട്ടുള്ളത് ശ്രീ മാത്യു കുഴൽനാടൻ്റെ സ്ഥാനാർത്ഥിത്വവുമാണ്. ഒരു സംവാദം എന്നുള്ള രീതിയിൽ ഡോക്ടർ തരൂരുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നതിനുള്ള സദസ്യർക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മളിലേക്ക് പകരാനുമുള്ള അവസരമാണ് ഇന്നിവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഒരു കൂട്ടായ്മ ഇന്ന് ഈ സദസ്സിലുണ്ട്. സമൂഹത്തിൻ്റെ വ്യത്യസ്ത ക്രോസ് സെക്ഷനിലുള്ള പ്രൊഫഷണൽസായിട്ട്, അതുപോലെ തന്നെ കച്ചവടക്കാരുണ്ട്, കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള ഒരു സമ്പന്നമായ സദസ്സ് ഡോക്ടർ തരൂരുമായി സംവദിക്കാൻ തയ്യാറായിരിക്കുന്നു. സംവാദത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ മാത്യു കുഴൽനാടൻ 2 വാക്ക് സംസാരിക്കും. Respected moderator, very dear Dr. Tharoor and my dear friends. See, എപ്പോഴും തരൂർ സാറുമായിട്ടുള്ള പരിപാടികളിൽ ഞങ്ങളെപ്പോഴും ഈ ഇൻട്രാക്ഷൻസും പ്രോഗ്രാംസും ഒക്കെ ഇംഗ്ലീഷിലാണ് നടക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ സൗണ്ട് ചെയ്ത് തുടങ്ങിയത്. ഞാനിവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ ശശി തരൂർ എൻ്റെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ബഹുമാനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയാണ്. കാരണം ഞാൻ KSU കാലഘട്ടത്തിൽ ഞാൻ ലോ കോളേജിലെ യൂണിറ്റ് ഭാരവാഹിയായിരിക്കുമ്പോൾ അന്ന് KPCCയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനായ ശ്രീ വയലാർജിയാണ്
എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചത്, അതല്ലെങ്കിൽ എനിക്ക് ഗുരുസ്ഥാനീയനായിട്ടുള്ളത് വയലാർ രവി അവറുകളാണ്. എന്നാൽ അതിനുശേഷം ഞാൻ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. KSU, യൂത്ത് കോൺഗ്രസ്. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാതെ മാനത്തുനിന്ന് ഒരു മിന്നി ഒരു ഇതുപോലെ ഒരു വെള്ളി നക്ഷത്രം പോലെ ബഹുമാനായ ശ്രീ തരൂർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലേക്കും കടന്നു വന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് അന്ന് മുതൽ, ഒരുപക്ഷെ വളരെ ആദ്യ കാലഘട്ടം മുതൽ എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് യുവജന രാഷ്ട്രീയവും കഴിഞ്ഞ് ഞാനൊരു മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് കടക്കുമ്പോഴേക്കും ഡോക്ടർ തരൂരുമായി വലിയ ഒരാത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം പൊളിറ്റിക്സിൽ നമ്മൾക്ക് മാച്ച് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ വേണമെന്നാഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അതിനെ അതേപടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫിഗറായിരുന്നു ഡോക്ടർ തരൂർ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കേരള പൊളിറ്റിക്സിൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ ബിഗ് ചലഞ്ച്. അതിവിടെ ഇതിന് കൺവെൻഷനലായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്. ജനറലി പൊളിറ്റിക്സിൽ കൺവെൻഷനലായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്. എസ്പെഷ്യലി കേരള പൊളിറ്റിക്സിന് അതിൻ്റേതായ ഒത്തിരി ചേരുവകളുണ്ട്. ആ ചേരുവകളെല്ലാം ചേർത്താണ്. പിന്നെ അത് കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. ആ എലിമെൻറ്റ്സും ഒക്കെ കറക്റ്റായി നമുക്ക് മാച്ച് ചെയ്ത് കറക്റ്റായി കീപ്പ് ചെയ്ത് അതിൻ്റെ പ്രപ്പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ഇൻ കേരള. എസ്പെഷ്യലി കോൺഗ്രസ് പൊളിറ്റിക്സിൽ വളരെ ടഫാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എല്ലാ ഫ്രെയിം വർക്കും പൊളിച്ചുകൊണ്ട് ഡോക്ടർ തരൂർ രാഷ്ട്രീയത്തിൽ വരികയും അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആവുകയും വളരെ ഷോർട്ട് പീരീഡിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിത്വവുമായി മാറിയത്. സാധാരണ നമ്മുടെ ലൈഫിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ തരൂർ. ഇൻഫാക്റ്റ് ഞാൻ മാറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കും. മാറ്റം കൊണ്ടുവരണം, മാറ്റം നമ്മുടെ കാര്യത്തിൽ ഉണ്ടാകണം. നമുക്ക് പലപ്പോഴും പല ഹെസിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ഡോക്ടർ തരൂർ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് അപ്രോച്ച്, അതിൻ്റെ അകത്ത് പൊളിറ്റിക്സിൽ വേറെ ഗിമ്മിക്സിനോ അല്ലെങ്കിൽ വേറെ ഇനിയിപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്സിന് സ്യൂട്ടബിൾ ആവാൻ പാകത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി, ആർട്ടിഫിഷ്യൽ ഫ്ലെക്സിബിലിറ്റിക്കോ, ഹീ ലീഡ് ഹിസ് ലൈഫ് വെരി കൂൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഫ്റ്റർ ഓൾ വി ഓൾ ഹാവ് എ വെരി ഷോർട്ട് ലൈഫ്. ആൻഡ് ഇൻ പൊളിറ്റിക്സ് എവറിവെയർ എവറി ടൈം നമ്മളിങ്ങനെ ഒരു ഡ്രാമ പോലെ പൊളിറ്റിക്സ് കൊണ്ടുനടന്നിട്ട് കാര്യമില്ല. വി ഷുഡ് ബി ഏബിൾ ടു എൻജോയ് ദ പൊളിറ്റിക്കൽ ലൈഫ്. ഡോക്ടർ തരൂരിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഹീ വാക്ക് ഹിസ് പാത്ത്. അല്ലാണ്ട് ആരെങ്കിലും പറയുന്ന പാതയിൽ നടക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന കമ്പൾഷൻസിന് പോലെ പൊളിറ്റിക്സിന് ഇത് ചെയ്യാനോ ചെയ്യാറില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. അതുമാത്രമല്ല, പിന്നെ ഓഫ് കോഴ്സ് ഒരു ലേൺഡ് പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് he called me and asked whether you can take up this professional congress. I think you are the appropriate person to take it up. ഞങ്ങൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് മറ്റ് താല്പര്യങ്ങളോ കാര്യങ്ങളോ ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. സോ സ്ട്രേറ്റ് അവേ ഹി കോൾ മീ പ്രൊഫഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ ഒരു പുതിയതായിട്ടുണ്ടാകുന്ന ഒരു സംഘടനയാണ്. ബാലാരിഷ്ടതകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. പുതിയതായിട്ടൊരു സംഘടന ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പീരീഡായിരുന്നു പ്രൊഫഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒരിക്കൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഹി നെവർ ഇൻ്റർവീൻഡ് ഇൻ ദാറ്റ് ഫ്രീഡം. ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസ് സ്റ്റേറ്റിൽ ഞാനാണ് ഹെഡ് ചെയ്യുന്നതെന്നിരിക്കെ അതിൻ്റെ ഒരു ഓട്ടോണമി ഹി ഓൾവേസ് റെസ്പെക്റ്റഡ് ദാറ്റ്. ഈവൻ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം ഹി ഹാഡ് സം റെക്കമെൻഡേഷൻ. ഐ സ്റ്റിൽ റിമെമ്പർ he certainly suggested whether this would be appropriate or ideal. Then I said, boss, we have set a different criteria for this. Immediately he said, okay, you just look into it and let me know.
പക്ഷേ റൂൾസ് ഓഫ് ദ ഗെയിം ഈസ് ദെയർ, അത് എല്ലാവർക്കും ബാധകമാണ്. ഡോക്ടർ തരൂർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ടും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടും നമ്മൾ വിതിൻ ദ റൂൾസ് ഓഫ് ദ ആ റൂൾസ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഹിസ് റോക്ക് സോളിഡ് സപ്പോർട്ട് ഈസ് ദെയർ. ഐ ഓൾവേസ് എൻജോയ്ഡ് ഹിസ് റോക്ക് സോളിഡ് സപ്പോർട്ട്. എന്നെ ഒരുപാട് ഗ്രൂം ചെയ്യുന്നതിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതിലും എന്നെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരുന്നതിലും ഡോക്ടർ തരൂർ ഹാഡ് ടേക്കൺ മച്ച് പെയിൻ. സോ ഐ തോട്ട് ഐ ഷുഡ് ലെറ്റ് യു ഓൾ നോ. ഇനിയിപ്പോൾ ഞാനൊരു ഡിഫറെൻ്റ് ഇതിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായി ഉടനെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഡേറ്റ് വരും. ഞാൻ കുറച്ചുകൂടി വലിയൊരു എൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടനമാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ എനിവേ ലക്കിലി വി ആർ ഗെറ്റിംഗ് രാഹുൽ ഗാന്ധി ടുമാറോ. രാഹുൽ ഗാന്ധി കൂടി വരുന്നത് കൊണ്ട് ഐ തോട്ട് then I wanted to change the date. Then he said no, I will come this time, and he has promised one more date for മൂവാറ്റുപുഴ. So hopefully നമുക്ക് അതുകൂടി കിട്ടുമായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു പുതിയ തലമുറയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ തരൂർ. എന്നോടും എപ്പോഴും ഡോക്ടർ തരൂർ പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരെ നമ്മൾക്ക് വഴി കാണിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനുമുള്ള എല്ലാ പരിശ്രമവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ്ലി ഞാനത് എന്നാൽ കഴിയുന്നത് പോലെ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പ്രോമിസ് ചെയ്തിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു I have assessed my work also, and 100% എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഐ ഡെലിവേർഡ് 86%. ഞാൻ പറഞ്ഞ ഒരു 10 ചാപ്റ്ററും, പക്ഷേ ഞാൻ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോൺഗ്രസ്സിനെ ബിൽഡ് ചെയ്തതിൻ്റെ ഒരു രീതി ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നെങ്കിലും ഒട്ടും അതിൻ്റെ നോംസ് ഡൈല്യൂട്ട് ചെയ്യാതെ ഒരു മിനിമൽ സംഘടനയെ ആണ് ഞാൻ കൈമാറിയത് എന്നൊരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിനെനിക്ക് കഴിഞ്ഞത് ഡോക്ടർ തരൂരിൻ്റെ ഭയങ്കരമായ റോക്ക് സോളിഡ് സപ്പോർട്ടും ഗൈഡൻസും ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ one thing I hope you will make this promise here. There is a long standing demand from മൂവാറ്റുപുഴ that you should come for a day to interact with the youngsters, college students here. So we have Nirmala College, we have the Nirmala School, High School principal also here, right now here. I studied there, so I am obliged, I am indebted to the institution. So I hope you will promise, the first promise, that you will come back if I am getting elected for my first program in Nirmala College or wherever it is appropriate. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഡോക്ടർ തരൂർ എല്ലായ്പ്പോഴും വേണം. ഐ ആം വെരി ഹാപ്പി. തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ പൊതുജീവിതത്തിൽ ഒരു പാർലമെൻ്ററി സൈഡിലേക്ക് മത്സരിക്കാൻ പാർട്ടി ആദ്യമായ ഒരു അവസരം തന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക മൊമെൻറ്റ് വളരെ വൈകാരികമായൊരു മൊമെൻ്റാണ്. അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന ഡോക്ടർ തരൂരിനോടുള്ള നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തെയാണ്. ഞാൻ എൻ്റെ പൊളിറ്റിക്സ്, എൻ്റെ അപ്രോച്ച്, എൻ്റെ രീതികൾ, എൻ്റെ ശൈലി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ബോസ് അല്ലെങ്കിൽ എൻ്റെ നേതാക്കന്മാരിൽ ഒരാളാണ് ഡോക്ടർ തരൂർ. സോ ഹി സ്പീക്ക് ഓണസ്റ്റ് വേർഡ്സ്, അതാണ് ഏറ്റവും പ്രധാനം. ആരെയും വല്ലാതെ ആർക്കെങ്കിലും വേണ്ടി പറയാറില്ല. So these all qualities I also try to imbibe in myself. So I am once again thankful to Dr. Tharoor. And now with this I conclude my words. Hand over to the moderator. Thank you so much. Thank you, Sri Matthew. ശ്രീ തരൂർ സാറുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സമയത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, നേരിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് തന്നെ കിടക്കാമെന്നാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഒരു പശ്ചാത്തലമായി പറഞ്ഞു വെക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ തോന്നുന്നു. മാത്യു പറയുകയുണ്ടായി, ഡോക്ടർ തരൂർ വളരെ കൂളാണ്, സത്യസന്ധമായ ഭാഷയിൽ മാത്രം സംസാരിക്കുന്നത് മാത്രം പ്രവർത്തിക്കുന്ന പേഴ്സണാലിറ്റിയുടെ ഉടമസ്ഥനാണെന്നൊക്കെ പറയുകയുണ്ടായി. നീണ്ട 22 വർഷക്കാലം യുണൈറ്റഡ് നേഷൻസിൽ ഇൻ്റർനാഷണൽ സിവിൽ സർവൻ്റായിട്ട് ജോലി ചെയ്യുകയും അതിനുശേഷം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിച്ച് അതിൽ വിജയിക്കാതെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ആ നാട്ടിൽ തിരിച്ചു വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. UK സിറ്റിസൺഷിപ്പ് കിട്ടുകയും പാസ്പോർട്ടും വിസയൊക്കെ വളരെ സൗകര്യപ്രദമായി കിട്ടിയിട്ടും ആ രാജ്യം ഓഫർ ചെയ്തിട്ടും അത് സ്വീകരിക്കാതെ ഐ വാണ്ട് ടു ബി എൻ ഇന്ത്യൻ എന്ന സന്ദേശത്തോടു കൂടി തിരിച്ച് സ്വന്തം നാട് തന്നെയാണ് എൻ്റെ കർമ്മമണ്ഡലമെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചിവിടെ എത്തിയ
6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായി മാറിയ, അങ്ങനെ വേഴ്സറ്റൈലായിട്ടുള്ള വളരെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളും പ്രവൃത്തി മണ്ഡലങ്ങളും കൈമുതലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ വളരെ കൂളായിട്ടും വളരെ സമാധാനപരമായും വളരെ ഹാൻഡി ആയിട്ടും കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ല. ആ പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ ആവണം. മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് സാർ. ഏതാണ്ട് ഒരു 15-20 കിലോമീറ്റർ നമ്മൾ മൂവാറ്റുപുഴയെ സെൻറ്ററായിട്ട് വെച്ചിട്ടൊരു വൃത്തം വരച്ചാൽ ഏതാണ്ട് 35-40ഓളം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിങ് പ്രൊഫഷണൽ കോളേജസ്, അത് എൻജിനീയറിംഗ് കോളേജ് ആയാലും മെഡിക്കൽ കോളേജസ് ആയാലും ഡെൻ്റൽ കോളേജ് ആയാലും ആർക്കിടെക്ചറൽ കോളേജ് ആയിക്കോട്ടെ, അങ്ങനെ വലിയൊരു ഒരു ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിനുള്ള ഒരു പശ്ചാത്തലമുള്ള സ്ഥലമാണ് അത്. ഇപ്പോഴത്തെ ഒരു രീതി വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് മൂവാറ്റുപുഴ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. തിരുവിതാംകൂറിൻ്റെ കാലം മുതൽ നമ്മൾ നോക്കിയാൽ തിരുവിതാംകൂർ സർക്കാർ ആദ്യം സ്ഥാപിച്ച 6 പണ്ടികശാലകളിലൊന്ന് മൂവാറ്റുപുഴയായിരുന്നു. അതിനുശേഷം മലഞ്ചരക്ക് വ്യാപാരത്തിലൂടെയും കാലങ്ങളായി കൈമാറി വന്ന പലതരത്തിലുള്ള കച്ചവടമായിക്കോട്ടെ മറ്റ് മേഖലകളായിക്കോട്ടെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ ജുഡീഷ്യറിയുടെ ഇവോൾവ്മെൻറ്റിൻ്റെ അത്രയും തന്നെ പഴക്കം മൂവാറ്റുപുഴയിലെ കോടതി സമുച്ചയത്തിനുണ്ട്. ഇന്ന് ഏതാണ്ട് 20-ലേറെ കോടതികൾ മൂവാറ്റുപുഴയിലുണ്ട്. ഒരു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള എല്ലാ കോടതികളും, എനിക്ക് തോന്നുന്നു ഒരു കോടതി ഒഴിച്ച് മറ്റെല്ലാ കോടതികളുമുള്ള ഒരു വലിയ ജുഡീഷ്യൽ സെൻ്ററാണ് മൂവാറ്റുപുഴ. ഇങ്ങനെ പലതരത്തിൽ അഡ്വാൻറ്റേജ് ഉള്ളൊരു പ്രദേശമാണ് മൂവാറ്റുപുഴ. ആ പ്രദേശത്തെ ആളുകളുമായിട്ടാണ് അങ്ങ് സംവദിക്കുന്നത്. അതൊരു പശ്ചാത്തലമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യമായി ഈ ഡിസ്കഷൻ തുടങ്ങുന്നത് ഒരു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട, കാരണം നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസത്തിലൂടെ വിശ്വപൗരനായി ഉയർന്ന അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അതൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെയാവണം ആ ചോദ്യം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. യെസ്. താങ്കൾ മൈക്ക് എടുക്കുന്ന മുമ്പ് ഞാൻ എല്ലാവരോടും ഒന്ന് നന്ദി പറയട്ടെ. ഇങ്ങനെ വന്നതിന് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ മാത്യുവിൻ്റെ അടിയിലും മോഹൻദാസിനൊപ്പം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ചെറിയ ജലദോഷമുള്ള കാരണം എനിക്കും ഇതാണ് സൗകര്യം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്യുവിനെ കുറേ വർഷമായി കാണുന്നു. ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ദേശീയ സ്ഥിതിയിൽ നയിക്കുന്ന ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളുടെ എല്ലാ വെച്ച് ചെറുപ്പ പ്രായത്തിലത്തെ പ്രസിഡൻ്റായിരുന്നു. എല്ലാ സംസ്ഥാനത്തിലും ഓരോരോ അധ്യക്ഷനുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ അധ്യക്ഷനായിരുന്നു എല്ലാം വെച്ച് ചെറുപ്പുള്ള പ്രായം. അത് മാത്യു ആയിരുന്നു. എന്നിട്ട് ഒരു യുവ നേതാവായിട്ട് അദ്ദേഹം കാണിച്ച ഊർജ്ജയും കഴിവും അതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചാൽ, if not the best performing states in India for All India Professionals Congress, one of the top 2 in anyone's calculation. അങ്ങനെ ഒരു റെപ്യൂട്ടേഷനാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സംസാരിക്കാനും സംഘർഷിക്കാനും ഒരു അഡ്വക്കേറ്റ് നിങ്ങൾക്ക് കിട്ടും മാത്യു കുഴൽനാടിനെ ജയിപ്പിച്ചാൽ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. മോഹൻദാസ് പറഞ്ഞ പോലെ ഇവിടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഇത്ര നല്ലൊരു ടൗൺ, ഒരു അഗ്രികൾച്ചറൽ ടൗൺ, കർഷക മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതിലെല്ലാത്തിലും നല്ല കഴിവും അറിവും പഠിപ്പുമുള്ള ഒരു പ്രതിനിധി നിങ്ങളുടെ ഓരോരോ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നിയമസഭയിൽ സംസാരിക്കാനും ദേശീയ സ്ഥിതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിയമങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും എന്നെ കാണും, അത് താങ്കളുടെ സ്കൂളിലോ വേറെ എവിടെയാണെങ്കിലും നമ്മൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തിരക്കിൽ നമുക്ക് കഷ്ടിച്ച് 2 ആഴ്ചയിലേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഇത് പറയാനുള്ളത്, നമ്മൾ ഈ സമയം നഷ്ടപ്പെടരുത്. മാത്യുവിനെ നല്ലപോലെ പിന്തുണ കൊടുത്തിട്ട് വിജയിപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. Good afternoon, Dr. താങ്കളുടെ ചോദ്യം. Yes, go ahead. Good afternoon. Actually, I am representing Arfa Arts and Science College, Muvatuvuzha. Okay. I would like to ask you one question. Sure. Being a universal politician and a very busiest man in this state, how do you manage to write so many books? I heard that you have wrote around 160 books. How did you manage that? Just 22 books. And those 22 books, frankly, I didn't sleep enough. അതാണ് സത്യം. രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയൊരു കുഴപ്പം, as you probably know, ജനങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ശല്യപ്പെടുത്തും.
അപ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് ഒരുമാതിരി യു ഹാവ് യുവർ ഓൺ ടൈം. അത് പിന്നെ ഉമ്മൻചാണ്ടി ആണെങ്കിൽ ആ സമയം കൂടി ഇല്ല. അദ്ദേഹത്തിന് രാത്രി 1 മണിക്കോ 2 മണിക്കോ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും എന്നാണ് കഥ. ഞാനൊരു 11 മണി കഴിഞ്ഞിട്ട് മിണ്ടാണ്ട് എൻ്റെ കമ്പ്യൂട്ടർ മുമ്പ് ഇരുന്നിട്ട് എഴുതലും റിസർച്ചും വായനയുമാണ് ചെയ്യുക. എളുപ്പമല്ല, ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു. ആൻഡ് ചിലപ്പോൾ ഇങ്ങനൊരു എഴുത്ത് പിന്നെ ചിലർ ചോദിക്കും, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? കുറച്ച് റെസ്റ്റും ഉറക്കവും എൻജോയ്മെൻറ്റ് പറഞ്ഞാൽ സിനിമ കാണാൻ സമയമില്ല, ക്രിക്കറ്റ് കാണാൻ എനിക്ക് വലിയ താല്പര്യമാണ്, അതിന് സമയം പോരാ, എക്സസൈസ് എടുക്കാനോ കുടുംബക്കാരോടൊപ്പം ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം സമയം സുഖിക്കാൻ എല്ലാ മനുഷ്യന്മാരും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ദർ ഇസ് ഓൾവേസ് റൈറ്റേഴ്സ് ഹാവ് ദിസ് ഹോപ്പ് ഓഫ് ലിങ്കറിങ് ഇമ്മോർട്ടാലിറ്റി ദാറ്റ് യു റൈറ്റ് സംതിങ് ദാറ്റ് വിൽ ഔട്ട് ലാസ്റ്റ് യു. അതാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, ഞാൻ ഇപ്പം തന്നെ ഒരു മുൻ മന്ത്രി ആയിക്കഴിഞ്ഞു, ഒരു ദിവസം ഒരു മുൻ MP ആവും, പക്ഷെ ഒരിക്കലും ഒരു മുൻ റൈറ്റർ എന്ന് പറയാതെ എഴുത്തുകാരനായിട്ടാണ് എപ്പോഴും എന്നെ അറിയപ്പെടുന്നത്. Great, great. It was my personal question to you. And second, I would like to ask you one political question because Sure. Being a very grassrooted political party, Congress, why recently there are so many leaders are leaving, quit the Congress? Would you say that what is the reason for that? Because നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങനെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ, ഇറ്റ്സ് മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഓൺലി. അല്ല, ഇവിടുത്തെ സൗണ്ട് എനിക്ക് 100% താങ്കൾ ചോദിച്ചത് കേട്ടു. താങ്കൾ ഇത് എന്താണ് ഇത്ര പേര് ക്വിറ്റ് ചെയ്തത്, കോൺഗ്രസ് വിട്ടുപോയതാണ്? ഈവൻ ടുഡേ അതന്നെ ഞാൻ even today one KPCC vice president, I think Rosakutti teacher has also left the Congress. അല്ല, ഞാൻ 1-2 കാര്യം പറയാം. ഒന്ന് പറയേണ്ടത്, എല്ലാ പാർട്ടിയിലും സംഭവിക്കുന്ന വിഷയമാണ് ഇലക്ഷൻ സമയത്ത്. ഇത് താങ്കൾ പത്രം നോക്കിയാൽ ഫെയർ ആയിട്ട് ഞാൻ പറയാം, എല്ലാ പാർട്ടിയിലും ഇങ്ങനെ 1-2 കേസ് ഉണ്ടാകും. കാരണം നമ്മൾക്കറിയാം നമ്മളുടെ സിസ്റ്റം. എനിക്ക് ഒരു വീക്ക്നെസ് ഉള്ളത് അമേരിക്കൻ സിസ്റ്റമിലാണ്. അമേരിക്കയിൽ പാർട്ടിയിലത്തെ എല്ലാ അംഗങ്ങളാണ് അവർ സ്ഥാനാർത്ഥികളെ എലക്ട് ചെയ്യുക. പ്രൈമറി സിസ്റ്റം എന്ന് പറയും. അത് നമ്മൾക്ക് ഇന്ത്യയിലില്ല, അത് ബ്രിട്ടീഷ് സിസ്റ്റമിലില്ല. നമ്മൾ അതിനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പഠിച്ച വഴിയാണത്. അപ്പോൾ ഇത് പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടനിലിപ്പോൾ കൺസ്റ്റിറ്റ്യുവൻസി പാർട്ടിയാണ് തീരുമാനിക്കുക. അതിൻ്റെ അർത്ഥം അത് ആ ബ്രിട്ടീഷ് സിസ്റ്റം നമുക്ക് ഉണ്ടെങ്കിൽ DCC ആണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. നമ്മളുടെ അവിടെ പിന്നെ പാർട്ടി നേതൃത്വം, പാർട്ടി ഹൈക്കമാൻഡ് എന്നാണ് ഇപ്പോൾ പറയാറുള്ളത്, അവരാണ് തീരുമാനിക്കുക. അപ്പോൾ ആ തീരുമാനത്തിൽ എപ്പോഴും ചിലവർ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും, ചിലവർ സന്തോഷപ്പെട്ടതായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു വെരി സ്മോൾ മൈനോറിറ്റിയെ ഈ ഡിസപ്പോയിൻറ്റഡ് അംഗങ്ങൾക്ക് അവർ മാറി നിൽക്കുള്ളൂ. കാരണം മറ്റേവർ പറയും, ശരി ഈ തവണ ഞങ്ങൾക്ക് കിട്ടിയില്ലേ, അടുത്ത തവണ വരെ നമ്മൾ കാത്തിരിക്കാം, നമ്മൾ സഹായിക്കുക, നമ്മളുടെ ഇപ്പോഴത്തെ ആൾ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടി നമ്മളുടെ പ്രവർത്തനം കണ്ട് അംഗീകരിക്കും. ചിലവർക്ക് ഒരു പക്ഷേ പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ സീനിയർ ലീഡേഴ്സ് കുറേ വർഷങ്ങളാണ് ചെയ്തു കഴിഞ്ഞു, അവർ പ്രതീക്ഷ വേറെ ആയിരിക്കും, അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർ മാറി നിൽക്കുന്നു. ഇതുവരെ പിന്നെ ഞാൻ വലിയൊരു ഡിപ്പാർച്ചർ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ചില സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ BJP ബംഗാളിൽ അവർ ടിക്കറ്റ് കൊടുത്തവർ BJP വിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ BJP ചേരാൻ കൂടി ആഗ്രഹിച്ചില്ല. ആരാണ് BJP, എന്തിനാണ് BJP നമുക്ക് ടിക്കറ്റ് തന്നപ്പോൾ 2 പേര് ടിക്കറ്റ് കിട്ടിയവർ BJP നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല. ടിക്കറ്റ് കിട്ടാത്തവരാണ് ചിലപ്പോൾ കുറച്ച് അസന്തുഷ്ടമായിരിക്കുന്നത്. എന്തായാലും നോക്കൂ, ഏത് പാർട്ടിയും പെർഫെക്റ്റ് അല്ല, എല്ലാ പാർട്ടിയിലും ചില വിഷയങ്ങളുണ്ടാവും. പക്ഷേ ഒരു ജനാധിപത്യത്തിനകത്ത് ദ ബെസ്റ്റ് വേ ടു സോൾവ് ഇറ്റ് ഇസ് ബൈ ഡിസ്കഷൻ ആൻഡ് ടോക്കിംഗ്. അതാണ് ഞാൻ മാത്യു പറയുന്നത്. ഞങ്ങളുടെ പ്രൊഫഷണൽസ് കോൺഗ്രസിൻ്റെ അകത്ത് ഏത് വിഷയം വന്നാലും എനിക്ക് അവരുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. എല്ലാം എൻ്റെ വഴിക്ക് തന്നെ നടക്കണം എന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ കോളീഗ്സിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ചിലപ്പോൾ എനിക്ക് ഇതും കൂടി നിങ്ങൾ ചിന്തിച്ചൂടെ എന്ന് പറയാം. പക്ഷേ എല്ലാവർക്കും അവർ സ്വന്തം ഡൊമൈനിൽ സ്വന്തം തീരുമാനം എടുക്കണം. അതാണ് എൻ്റെ വിശ്വാസം. എല്ലാ പാർട്ടിയും എപ്പോഴും അങ്ങനെ തന്നെ നടക്കുമെന്ന് എനിക്ക് പറയാൻ ഉറപ്പില്ല. പക്ഷേ താങ്ക് യു വെരി മച്ച് ഡോക്ടർ പ്രസൂസ്, ഹാവിംഗ് എ വെരി ഗുഡ് ടൈം ടു ഇന്ററാക്ട് വിത്ത് യു. താങ്ക് യു വെരി മച്ച്. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ചും കൂടി ഷാർപ്പായിട്ടൊരു ചോദ്യം ശ്രീ ദിലീപ് കുമാർ സാറാണ്. കാലടി യൂണിവേഴ്സിറ്റിയിലെ VC ആയിരുന്നു. നമസ്കാരം. ഞാൻ അങ്ങേ ആദ്യം പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഇലക്ഷൻ സമയത്താണ്, പല ദിവസവും. പിന്നീട് അങ്ങ് MP ആയതിനു ശേഷം വൈസ് ചാൻസലർമാരുടെ കോൺഫറൻസിന് ഡൽഹിയിൽ വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും
അങ്ങുമായിട്ട് കുറേയധികം സംസാരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും കഴിഞ്ഞ നല്ല നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. താങ്ക് യു ആശാസ്. ഞാനിടയ്ക്ക് അങ്ങേക്ക് 1-2 പ്രാവശ്യം മെയിൽ അയച്ചിരുന്നു, അതും എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് തന്നെ മാത്യു കുഴൽനാടന് എല്ലാ വിജയവും ആശംസിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, മിടുക്കനായ ഒരാൾ മൂവാറ്റുപുഴയ്ക്ക്, കാരണം ഞാൻ നിർമ്മല കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ വൈഫ് ഹൗസ് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു ശതമാനം. മോഡറേറ്റർ എൻ്റെ വളരെ അടുത്തൊരു സഹോദരനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് ഞാൻ കോതമംഗലത്തെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പം അവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഇന്ന് തരൂർജി മൂവാറ്റുപുഴ വരുന്നുണ്ട്. ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചു, മാത്യുവിനെ വിളിപ്പിച്ചു. അപ്പം പറഞ്ഞു 3 മണിക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് അങ്ങനെ കാണാൻ വേണ്ടി തന്നെ വന്നു. അപ്പം എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ. ഒന്ന്, നമ്മുടെ രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു അനന്തര ഘട്ടം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ UPA ഗവൺമെൻറ് ഉള്ള സമയത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് അങ്ങുമായിട്ട് ഞാൻ അന്ന് അവിടെ വെച്ച് സംസാരിച്ചൊരു കാര്യമാണ്. അന്ന് ഫോറിൻ സർവകലാശാലകളുടെ ഏതാണ്ട് 250ഓളം റീജിയണൽ ക്യാമ്പസുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു പരിധിവരെ എത്തിക്കഴിഞ്ഞ് പിന്നീട് ഇത് മുന്നോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നു. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്തു നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരുപാട് കുട്ടികളെ കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് UK-യിലും അതുപോലെ തന്നെ മറ്റ് ഓസ്ട്രേലിയയിലുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുന്ന് പോയി പഠിക്കുന്ന ഒരു വർഷത്തെ കോഴ്സ് ആണെങ്കിൽ പോലും ഏതാണ്ട് 40,000, അതായത് ഏതാണ്ട് 40 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് 1 ഇയറിന് തന്നെ. എന്തുകൊണ്ട് ഫോറിൻ സർവകലാശാലയുടെ ക്യാമ്പസ് അന്ന് നമ്മൾ UPA സർക്കാർ ആഗ്രഹിച്ചതുപോലെ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരികയും പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുകയും അതിനുശേഷം ആ ഫോറിൻ സർവകലാശാലകൾ തന്നെ ഇവിടുന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് വന്നുകൂടാ. അങ്ങത് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് കാലത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടായിരിക്കാം നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നില്ല സെൻട്രലിൽ, അതുകൊണ്ട് അത് പെൻഡിങ് ആയിരിക്കുന്നു. പക്ഷേ ഇനി അതെങ്ങനെ സാധിച്ചെടുക്കാൻ കഴിയും, കേരളത്തിലെ പ്രത്യേക സെറ്റപ്പിൽ അത് എത്രമാത്രം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് അങ്ങയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റും, കൂടുതൽ നോളജ് ലഭിക്കാൻ പറ്റും, അത് നമുക്ക് തന്നെ ആ റിസോഴ്സ് ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കാനും കഴിയും. അങ്ങയുടെ ഒരു അഭിപ്രായം ആഗ്രഹിക്കുന്നു. കാരണം വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് 100% അംഗീകരിക്കുന്നു സാറേ. താങ്കൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ കുറച്ച് വർഷങ്ങളായി പറയാൻ തുടങ്ങിയതാണ്. കാരണം എൻ്റെ കണക്കിൽ ഇന്ത്യൻ അച്ഛനമ്മമാർ $5 ബില്യൺ, $500 കോടി വിദേശത്തിൽ അവർ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ചിലവാക്കുന്നത്. കാരണം അവരെ പറഞ്ഞയക്കലും അവരുടെ ഫീസ് കൊടുക്കലും അവർ താമസവും അതൊക്കെ നോക്കുമ്പോൾ $5 ബില്യൺ എല്ലാ വർഷവും നമ്മുടെ രാജ്യം നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഒരു 10% ഇവിടെ ചിലവാക്കി എത്ര നല്ല സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഞങ്ങളുടെ UDF പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഫോറിൻ യൂണിവേഴ്സിറ്റിയും കേരളത്തിൽ നമ്മൾ കൊണ്ടുവരും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആവാൻ പോകുന്നത് നോളജ് ആയിരിക്കും. നമ്മൾക്ക് ഒരു നോളജ് ഈക്കോ സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. മൂവാറ്റുപുഴ പോലെ സ്ഥലം, തിരുവനന്തപുരം പോലെ സ്ഥലം, പല ഭാഗത്തിലും നമ്മൾക്ക് കുറേ ഒരു ക്ലസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയാൽ എനിക്കൊരു സംശയമില്ല ഹൈ ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ വരാൻ തയ്യാറായിരിക്കും. താങ്കൾ പറഞ്ഞ പോലെ കേരള കുട്ടികൾക്ക് വിദേശത്ത് പോകുന്ന പകരം ഇവിടെ തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻസ് അവർക്ക് അക്വയർ ചെയ്യാൻ സാധിക്കണം. ഇത് LDF ഐഡിയോളജിക്കൽ ഗ്രൗണ്ട്സ് എതിർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ UDF ശക്തമായി നിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസ് മേക്കാം. ഫാദർ ആൻ്റണി പുത്തൻകുളം. Good evening. I'm Father Anthony, Principal Nirmala Higher Secondary School. I want to ask a question. India has a long tradition of holistic and multidisciplinary learning. Then why these are not properly functioning in India, especially in Kerala? Multidisciplinary and holistic learning, Father Anthony, will depend, of course, upon the institutions concerned. I mean, if an institution offers many disciplines, yes, it can be done. അതല്ലേ താങ്കളുടെ ചോദ്യം, ലേണിങ്ങിനെ കുറിച്ചല്ലേ? So I think there's no particular obstacle except for one thing, which is the excessively over-regulated system we have under the UGC, where they try and tell you what you can offer, what you can't offer, how many classrooms, how many teachers, what syllabus. We want to move away from that culture.
And the latest central government national education policy should make it possible to remove the heavy hand of bureaucratic regulation from the colleges and universities and give you more freedom to create the kind of multidisciplinary coursework that you would find interesting. We are heading in the right direction there. And in Parliament I have spoken about this. I hope that your own school, you're principal of a high school, right? So you're preparing children for this future, and we should certainly enable you to do that. I'm very much with you on that. Thank you. He was telling me, he wants me to come and see your students. One day we'll manage it. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ്, ഇനി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ചോദ്യം. പേര് പറഞ്ഞോളൂ. സർ, എൻ്റെ പേര് റോഷി. നമസ്കാരം. നമസ്കാരം. ഞാൻ ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ നമ്മൾ എന്ത് സ്റ്റുഡൻ്റ് ആണ്? ബിടെക് ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. ഓക്കെ. എവിടെയാണ് ബിടെക് പഠിക്കുന്നത്? വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മൂവാറ്റുപുഴ. ഓക്കെ. സോ സർ, എൻ്റെ ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഒരു 2 കാര്യങ്ങൾ പറയാനാണ് സാറിനോട്. ഇപ്പോൾ സാർ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ സാർ കഴിഞ്ഞ മാനിഫെസ്റ്റോ പറഞ്ഞപ്പം ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒരു റിവ്യൂ കമ്മിറ്റി വയ്ക്കുന്ന കാര്യവും പറഞ്ഞു. അപ്പം ഇപ്പോൾ പ്രൈവറ്റ് കോളേജസിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡുണ്ട്, ഒരു ഡെമോക്രാറ്റിക് കൾച്ചർ അവിടെ വളർന്നു വരുന്നില്ല. മോർ ഓഫ് ഇപ്പം മഹാരാജാസിലേക്കും സിറ്റിയിലേക്കും മാത്രം ഒതുങ്ങിപ്പോണ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് മോർ ഓഫ് ബാൻഡാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ നമ്മൾ പൊളിറ്റിക്സ് ബാൻ ചെയ്ത് സ്റ്റുഡൻസിന് പലപ്പോഴും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവരുടെ വോയിസ് റൈസ് ചെയ്യാനുള്ള ഒരു കെൽപ്പില്ല. പലപ്പോഴും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് എടുത്ത് നമ്മൾ താന്നു പോവുകയാണ്. നമ്മൾ അതിൻ്റെ ആ പൊളിറ്റിക്സ് ബാൻ ചെയ്തൊരു ട്രെൻഡ് കണ്ടാൽ തന്നെ ഇപ്പോൾ കുറച്ചിടെയായിട്ട് നമ്മൾ ന്യൂസസ് നോക്കിക്കഴിഞ്ഞാൽ ISIS യൂസ് ചെയ്യുന്ന ഡ്രഗായ ഡാമെട്രോളിൻ്റെ പോലും ഇൻഫ്ലോ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഡ്രഗിൻ്റെ ഇഷ്യൂസ് കൂടുന്നു. അപ്പോൾ അവരുടെ അകത്തുനിന്ന് ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിന് ഡിസ്കഷൻസോ നടക്കുന്നില്ല. ഇപ്പോൾ CA/NRC ഇഷ്യൂ വന്നപ്പോൾ പോലും JNU അങ്ങനെ കുറച്ച് മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവെയർ അല്ലാതെ ഒത്തിരി എഡ്യൂക്കേറ്റഡ് യൂത്ത് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇഷ്യൂസ് നമ്മളൊരിക്കലും നമ്മുടെ അകത്ത് അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് അവരിലൊരു ഡെമോക്രാറ്റിക് കൾച്ചർ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ബിക്കോസ് നമ്മുടെ US-ൻ്റെയോ അല്ലെങ്കിൽ UK ഒരു എക്കോണമി അല്ല. അത് രണ്ടാമത്തെ ഇഷ്യൂ. ഒരു സജഷൻ മുമ്പോട്ട് വയ്ക്കാനുള്ളത്, ഇപ്പോൾ സാർ ഒരു തിങ്ക് ടാങ്ക്സിന് ടീമിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതേപോലെ തന്നെ ഇപ്പം വാസുകി മാം ട്രിവാൻഡ്രം കളക്ടറായിരുന്നപ്പം ഒരു വോളണ്ടിയേഴ്സിനെ യൂസ് ചെയ്ത് സ്റ്റുഡൻസിനെ യൂസ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ട്രിവാൻഡ്രത്ത് ഇപ്പം അഗ്രികൾച്ചറിൻ്റെ ഹെഡായിട്ട് മാം ഇരിക്കുന്നത്. മാം അവിടെയും ഇതേപോലെ വോളണ്ടിയേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കോട്ട് സൊസൈറ്റിയായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലത്തെ ഒരു തിങ്ക് ടാങ്ക്സിനെയും നെറ്റ്വർക്ക്ഡ് വോളണ്ടിയേഴ്സിനെയൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും യൂസ് ചെയ്ത് അപ്പം ഒരു മിനിസ്റ്ററിന് എത്താൻ പറ്റാത്ത ലെവലിൽ പോലും അവർക്ക് ഏറ്റവും ഡീപ്പായിട്ട് ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റും. അങ്ങനത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ കുറച്ചുകൂടെ സൊസൈറ്റിയായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ചോദിക്കുന്നത്. അതൊരാശയം മുമ്പോട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, താങ്കൾ പറഞ്ഞത് എല്ലാവരും 100% യോജിപ്പുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിലും വിദ്യാർത്ഥികൾ മിണ്ടാണ്ട് വാതിലടച്ച് പഠിക്കണമെന്ന് മാത്രമല്ല, അവർക്കും സാമൂഹിക ഒരു സോഷ്യൽ കോൺഷ്യസ്നസ് അവർ ഡെവലപ്പ് ചെയ്യണം. അവർ അത് കണ്ടിട്ട് പങ്കെടുക്കാനും അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും ഒരു അവസരം ഉണ്ടാവണം. ഞാൻ ഒരിക്കലും പറയുന്നത് പ്രൈവറ്റൈസേഷൻ അല്ല ഞാൻ പറയുന്നത്. ചില നമ്മളുടെ സർക്കാർ മേഖലയിലത്തെയുള്ള യൂണിവേഴ്സിറ്റീസിനൊപ്പം ചില പ്രൈവറ്റോ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വന്നാൽ അത് ഒരു അഡീഷൻ വാല്യൂ ആഡഡ് ആയിരിക്കും. അതിനെ ചുരുക്കാനില്ല. 1 2 അവിടെയും പിന്നെ ഞങ്ങൾ നിയമപ്രകാരം മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് പാവപ്പെട്ട കുട്ടികൾക്ക് പറഞ്ഞാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാൻ മാർക്കുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവർ ഫീസ് കൊടുക്കാൻ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫീസ് കൊടുക്കാൻ പണമില്ലാത്ത സ്ഥിതിയിൽ നമ്മൾ അതിനെയും ബൈ ലോ വി വിൽ മേക്ക് ഇറ്റ് കമ്പൾസറി. സ്കോളർഷിപ്സ് ഒരു ശതമാനം അവർ കൊടുക്കേണ്ടി വരും സ്കോളർഷിപ്സ്. പിന്നെ ഡെമോക്രാറ്റിക് സ്പേസ് ആണ് പറഞ്ഞത്. പല വിധത്തിൻ്റെയും ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഷുഡ് ബി അലൗഡ്. എല്ലാ ക്യാമ്പസിലും സ്റ്റുഡൻറ്റ് ഗവൺമെൻറ് ഉണ്ടാവണം. അതുമാത്രമല്ല സ്റ്റുഡൻസിന് അവരും സിറ്റിസൺസ്, അവരും പൗരന്മാരാണ്. അവർ ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ എക്സസൈസ് ചെയ്യാൻ ആരും തടുക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം. ദാറ്റ് ഓൾസോ വി വിൽ പ്രൊമോട്ട്. ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. വാസുക്കി നല്ലൊരു ഉദാഹരണമാണ്. വാസുക്കി കളക്ടറായിരിക്കുമ്പോൾ പല കാര്യങ്ങൾ ചെയ്തു. പിന്നെ നാടിനെ നന്നാക്കാൻ മാത്രമല്ല, ഈ ഫ്ലഡ് റിലീഫ് സമയത്ത് പ്രളയം വന്നപ്പോൾ
സ്റ്റുഡൻറ്റ് വോളണ്ടിയേഴ്സാണ് കലക്ടറേറ്റിൽ പോയിട്ട് എല്ലാ ഡൊണേഷൻസ് കളക്ട് ചെയ്യലും അതിനെ ഓർഗനൈസ് ചെയ്യലും സോർട്ട് ഔട്ട് ചെയ്യലും ആവശ്യം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയച്ചു കൊടുക്കലും ഇതെല്ലാം ചെയ്തത് സ്റ്റുഡൻറ്റ് വോളണ്ടിയേഴ്സാണ്. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റില്ല. അതിനൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യണം. പക്ഷെ അതിനൊരു കോൺട്രഡിക്ഷൻ ഇല്ല. നമ്മൾ എല്ലാ വിധത്തിലുള്ള സ്ഥാപനങ്ങളും എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റോ ഫോറിനോ ഇന്ത്യനോ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ എല്ലാവരും നമ്മളുടെ പൗരന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ദ സെയിം സോർട്ട് ഓഫ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഷുഡ് ബി ടേക്കൺ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്രേ ഒരു റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് എൻവയോൺമെൻറ്റ് ക്യാമ്പസിൽ ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റണം. അതെ, അത് നമ്മൾ എൻഷുർ ചെയ്യാൻ പറ്റും. അത് റൂൾസ് പ്രകാരം ചെയ്യണോ അത് ലോയിൽ എഴുതണോ നോക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്കൊരു നാഷണൽ റെഗുലേറ്റർ ഉണ്ടാവും, ഒരു സ്റ്റേറ്റ് റെഗുലേറ്ററി ബോഡിയും ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ encouraging an atmosphere of democracy in the campus is part of the civic duty of an institution. അത് നമ്മൾ ചെയ്യാം. അതിൽ ഞാൻ വലിയ ബുദ്ധിമുട്ട് കാണും. ഇന്നാണിപ്പോൾ അശോക യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ അവർ പൊളിറ്റിക്കൽ പ്രഷർ എന്ന് പറഞ്ഞിട്ട് 2 പ്രസിദ്ധപ്പെട്ട പ്രൊഫസേഴ്സ് രാജിവെച്ച് മാറിയപ്പോൾ സ്റ്റുഡൻസാണ് ഇതിന് വിഷയമുണ്ടാക്കിയത്. സ്റ്റുഡൻറ്റ് ന്യൂസ് പേപ്പറിലാണ് ഈ വാർത്ത ആദ്യം വന്നത്. അവരാണ് ഇതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്തൊരു വിവാദമുണ്ടാക്കിയത്. സ്റ്റുഡൻസാണ്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ 40 ലക്ഷമാണ് ഫീസ് അവർക്ക്. അവർ 2 ദിവസം ബോയ്ക്കോട്ട് ഓഫ് ക്ലാസ്സസ്, അവർ പബ്ലിക് മീറ്റിംഗ്, വൈസ് ചാൻസലറിനെ വിളിച്ചു അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഇങ്ങനെയുള്ള ഡെമോക്രസി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാം, ഒരു പ്രശ്നമില്ല. അപ്പം നമ്മളുടെ മുമ്പിൽ നടന്നതാണ് ഈ കഴിഞ്ഞ 4-5 ദിവസത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ എവറി യൂണിവേഴ്സിറ്റി, വൈ ഷുഡൻറ്റ് എനി കേരള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബി സബ്ജക്റ്റ് ടു ദ സെയിം നോംസ്? എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, ഇനി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ മെതിപ്പാറ സാറിന് ഇതുമായി ബന്ധപ്പെട്ടതാണോ? ശരി, സാറ് ചോദിച്ചോളൂ. വിഷയം മാറിയാലും കുഴപ്പമില്ല. എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ, മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് 3 പില്ലേഴ്സാണ് ഉള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നമുക്കറിയാം ലെജിസ്ലേറ്ററിലൊക്കെ ഉള്ള ഒരു വിശ്വാസമൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവസാനം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ജുഡീഷ്യറിയായി. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ, നമുക്കറിയാം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെയൊക്കെ നിയമനത്തിൽ ഇടപെടുന്നു, കോടതിയെ നിശബ്ദമാക്കാനായിട്ട് ശ്രമിക്കുന്നു, ഒക്കെ ഒരു സാഹചര്യമൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ജനങ്ങളുടെ ഒരു അവസാനത്തെ പ്രതീക്ഷയായ ജുഡീഷ്യറിയെ നിശബ്ദമാക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം പോയി കഴിഞ്ഞാൽ അത് ദുരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടാക്കില്ലേ? അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന്? ഞാൻ കൂടുതൽ പറഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ചാർജ് വരും നാളെ. പക്ഷെ ആദ്യം പറയാനുള്ളത് താങ്കളുടെ അനാലിസിസ് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഹി വിൽ സേവ് മീ. ശരി, താങ്കളെ ലോയറായി വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞാൻ പറയാൻ പോയത് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മുടെ സിസ്റ്റമിൽ ശരിക്കും നടക്കുന്നില്ല. ഞാൻ കുറേ വർഷങ്ങളായി എഴുതുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പാർലമെൻ്ററി സിസ്റ്റമിലെ ഇതൊരു വലിയൊരു ഫ്ലോ ആണ്. കാരണം നമ്മൾ ലെജിസ്ലേച്ചറിനെ എലക്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ എങ്ങനെ അതിന് ശരിക്കുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വരും? നമ്മൾ അഥവാ MLA-മാരോ MP-മാരോ തിരഞ്ഞെടുക്കുന്നത് ഒരു സർക്കാർ ഉണ്ടാക്കാനാണെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എന്താ വ്യത്യാസം? ഇതെല്ലാം നമ്മളിപ്പോൾ കാണുന്നത്. BJP സർക്കാർ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ MP-മാർ ഡൽഹിയിൽ വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പാർലമെൻറ്റിനെ അവർ നോട്ടീസ് ബോർഡാക്കി മാറ്റിയിട്ടു. അവർ ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ട്. ആരുടെയും അവർക്ക് അംഗീകാരം ആവശ്യമില്ല. ഒരിക്കൽ ഭൂരിപക്ഷം കിട്ടിയാൽ ശരിക്കും ഒരു എലക്റ്റഡ് ഓട്ടോക്രസി എന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. ഒരു ശരിക്കും ഒരു ഇഷ്ടം പോലെ റൂളിംഗ് ബൈ ഡിക്രിയാണ്. അപ്പോൾ ഈ പാർലമെൻ്ററി സിസ്റ്റമിൽ മാത്രമേ ഈ അപകടം സംഭവിക്കുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അംബേദ്കർ ആവശ്യപ്പെട്ട പോലെ ശരിക്കും ഒരു ഡയറക്ട്ലി എലക്റ്റഡ് ചീഫ് എക്സിക്യൂട്ടീവും സെപ്പറേറ്റ്ലി എലക്റ്റഡ് ലെജിസ്ലേച്ചറും ആണെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് എന്തായാലും ഞാൻ കുറേ വർഷങ്ങളെ, 25 വർഷമായി എഴുതാൻ തുടങ്ങിയിട്ട് ഇതിനെക്കുറിച്ച്. അത് വേറെ ഒരു ചർച്ചയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ഉള്ള സിസ്റ്റമിൽ തന്നെ നടക്കണം. അപ്പോൾ ഈ സിസ്റ്റമിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് ഇങ്ങനെ ലെജിസ്ലേച്ചറിനെ ഇഗ്നോർ ചെയ്ത് അവർ ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ ജുഡീഷ്യറിയുള്ളൂ നമ്മുടെ രക്ഷ. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്, 1. ജുഡീഷ്യറിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ഉണ്ട്, 2. ജുഡീഷ്യറി
സെൽഫ് റിന്യൂയിങ് ആണ്. പറഞ്ഞാൽ ഈ ജഡ്ജിമാരുടെ കൊളീജിയമാണ് വേറെ ജഡ്ജിമാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അവർക്ക് എക്സിക്യൂട്ടീവിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ ദേ കുഡ് ബിക്കം എ സ്ട്രോങ് ഓട്ടോണമസ് ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ശക്തി എൻ്റെ അഭിപ്രായത്തിൽ ജഡ്ജിമാർ കുറച്ചുകൂടി നല്ലപോലെ ഉപയോഗിക്കണം. അവർക്ക് ആ സ്വാധീനമുണ്ട്, ആ ഫ്രീഡമുണ്ട്, അവർക്ക് ആ ഓട്ടോണമി ഉണ്ട്. അതിനെ അവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ അറിവ് പ്രകാരം, അവരുടെ ജൂറിസ്പ്രുഡൻസിൻ്റെ അറിവും അവരുടെ ലീഗൽ പ്രസിഡൻസും മനസ്സിലാക്കിയിട്ടും ലോവും കേസും ഒക്കെ അറിഞ്ഞിട്ട് അവർ തീരുമാനങ്ങൾ എടുത്താൽ പിന്നെ ഏത് എക്സിക്യൂട്ടീവിനും അവരുടെ സ്വന്തം പവേഴ്സിനെ എക്സീഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവസാനത്തിൽ ലെജിസ്ലേച്ചർ ഒരു ചെക്കായി നടന്നിട്ടില്ലെങ്കിൽ ജുഡീഷ്യറി അവർക്ക് തടുക്കാൻ അവർക്ക് ഒരൊറ്റ രക്ഷയുമില്ല. അവർ ജഡ്ജിൻ്റെ റിട്ടയർമെൻറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും നമ്മുടെ സിസ്റ്റം പ്രകാരം. അതുകൊണ്ടാണ് ജുഡീഷ്യറി താങ്കൾ പറഞ്ഞ പോലെ തന്നെ ക്യാൻ ബി എ വെരി സ്ട്രോങ് ചെക്ക് ആൻഡ് ബാലൻസ് ഓൺ എക്സസീവ് യൂസ് ഓർ മിസ്യൂസ് ഓഫ് പവർ ബൈ ദി എക്സിക്യൂട്ടീവ്. അതിപ്പോൾ ജുഡീഷ്യറി ആ റോള് ശരിക്കും നടക്കണില്ലേ, നടത്തുന്നുണ്ടോ, അവർക്ക് പിന്നെ ചില വിധത്തിൽ ചില കോംപ്രമൈസസ് നടത്തിയിട്ടുണ്ടോ, ഇതൊക്കെ ജഡ്ജിമാരെന്നെ അവരുടെ കോൺഷ്യൻസ് നോക്കി പറയട്ടെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ പറഞ്ഞ പൊസിഷൻ തിയോററ്റിക്കലി 100% കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ നാടിനെ നന്നാക്കാൻ സാധിക്കുള്ളൂ. ജഡ്ജിമാരാണ് ദ ലാസ്റ്റ് ബുൾവാക്ക് ഓഫ് ഡെമോക്രസി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ പല സുപ്രീം കോടതി ജഡ്ജിമാർ കോടതി കേസ് ഒഴിച്ചിട്ട് അവർ പല സ്ഥലത്തും ലെക്ചർ അടിക്കുന്നുണ്ട്. അവരുടെ ലെക്ചറുകൾ വായിച്ചു നോക്കൂ. എത്ര നല്ല ഹൈ മൈൻഡഡ് ഐഡിയാസാണ് അവരുടെ ലെക്ചേഴ്സിനൊക്കെ പറയുന്നത്. അതെല്ലാം അവർ തെളിവ് കാണിക്കേണ്ടോ അവരുടെ കോടതി കേസുകളിൽ, അത് വേറെ വിഷയത്തിൽ നമ്മൾക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ദേ സീം ടു ഹാവ് ദ റൈറ്റ് ഐഡിയാസ്, ദേ ജസ്റ്റ് ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ദം. നമുക്ക് 2-3 ചോദ്യങ്ങൾക്ക് കൂടിയുള്ള സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കാർഷിക മേഖലയിൽ സബ്ജക്റ്റ് വരുന്ന ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കണം. പ്രൊഫസർ ജോസൂട്ടി ഒഴികെ. ഹലോ പ്രൊഫസർ ജോസൂട്ടി ഒഴികെ അത് കഴിഞ്ഞിട്ട് പറയാം. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ സമഗ്രമായി അതിനെ അധികരിക്കുന്ന ആവണം. സർ, ഞാൻ ഡോക്ടർ ജോസ്കുട്ടി ഒഴുകിയിൽ. ഞാൻ മൂവാറ്റുപുഴയിലാണ് താമസിക്കുന്നത്. എനിക്ക് കേരളത്തിൻ്റെ മലയോര മേഖലയുമായും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തെ കാർഷിക പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിൻ്റെ കാർഷിക മേഖല തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റോയിൽ, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കാർഷിക മേഖലയെ സംബന്ധിച്ച പല പരാമർശങ്ങളും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഒരിക്കൽ പോലും നിയന്ത്രിക്കാൻ ആവാത്ത കാരണങ്ങളാലാണ് കർഷകർ ഇന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. കടക്കണ്ണി, ഉൽപ്പന്നത്തിൻ്റെ വിലയിടിവ്, അതുപോലെ തന്നെ ഒരിക്കൽ പോലും വില നിശ്ചയിക്കാൻ കഴിയാത്തത്, കാലാവസ്ഥാപരമായ വ്യതിയാനങ്ങൾ തുടങ്ങി ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നതിന് പുറമെ വളരെ സമഗ്രമായ ഒരു ഓട്ടോണോമസ് അധികാരങ്ങളുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം ഒരു കാര്യത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനോടനുബന്ധമായി ചോദിക്കാനുള്ളത്, കേരളത്തിൻ്റെ തെക്ക് വടക്ക്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന കേരളത്തിൻ്റെ കിഴക്കൻ മേഖല, മലയോര മേഖല വനവുമായി ചേർന്ന് കിടക്കുകയാണ്. People living beside the forest, and they cannot survive there. They cannot carry out agriculture practice or agriculture operations because of the wildlife invasion. Actually, we calculated that almost 1.5 lakh hectares of land is now becoming uncultivable because of this wildlife invasion. And at present law has to be changed. Present law of wildlife conservation has to be changed to wildlife management system. So a lot of study has to be done in this matter. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. 1.5 ലക്ഷം ഹെക്ടറിലത് സ്ഥലത്ത് കൃഷി ചെയ്യാൻ മേലാത്ത പോലെ ആളുകൾ ദുരിതത്തിലായിരിക്കുന്നു. ഭൂമി ഉപേക്ഷിച്ച ആളുകൾ പോകുന്നു. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സംഗതി നമ്മുടെ ഈ മാനിഫെസ്റ്റോയിൽ കണ്ടില്ല. മുഴുവൻ രൂപം കണ്ടില്ല, അതിൻ്റെ അകത്തുള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. There must be something in addition to what all things are already there in the manifesto. You should add something extra
to consider the plight of these farmers of Kerala? താങ്ക് യു. അപ്പോൾ ആദ്യം താങ്കൾ പറഞ്ഞത് ഒരു അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. നമ്മളുടെ കാർഷിക മേഖല കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ ഭയങ്കര മോശ സ്ഥിതിയിലാണ്. നമ്മൾക്കറിയാം, അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ ഒരു വേൾഡ് റെക്കോർഡാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ഫാമേഴ്സ് സൂയിസൈഡ്സ്. എല്ലാ വർഷവും നമ്മളുടെ സ്വന്തം റെക്കോർഡിൽ നമ്മളെ തോൽപ്പിക്കുന്നത് വലിയ ഒരു സങ്കട കാര്യമാണ്. രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ പോലെ വേറെ പല സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട് കേരളത്തിൽ. നമ്മളുടെ അഗ്രികൾച്ചർ, ഒരു കാലത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയാൽ കേരള ഈസ് എൻ അഗ്രികൾച്ചറൽ സ്റ്റേറ്റ് എന്ന് വായിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ പച്ചക്കറിയും കൂടി തമിഴ്നാടിന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് അഗ്രികൾച്ചറൽ സ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മളുടെ അഗ്രികൾച്ചറിനെ നമ്മൾ പല വിധത്തിലും ബിട്രേ ചെയ്തിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന് സ്പെസിഫിക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ഇതാണോ ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷൻ എന്ന് എനിക്കറിയില്ല. കാരണം ഈ വൈൽഡ് ലൈഫും ബയോഡൈവേഴ്സിറ്റിയും കേരളത്തിൻ്റെ ഒരു ആസറ്റാണ്. എൻവയറമെൻറ്റൽ ടൂറിസം ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ UDF മാനിഫെസ്റ്റോയിൽ എക്കോളജിക്കൽ ടൂറിസം കുറച്ചുകൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഉള്ള വൈൽഡ് ലൈഫും ഫോറസ്റ്റും ഈ പിന്നെ താങ്കൾ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. പക്ഷേ അതിന് എല്ലാവരുടെയും നമ്മൾ പിന്നെ മാറ്റണോ അതോ ചില ഭാഗത്തിൽ അഗ്രികൾച്ചറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് ചില ഏരിയയിൽ എക്സെപ്ഷൻസ് കൊണ്ടുവരണോ? ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ സ്റ്റഡി ചെയ്യാൻ ഞാനിവിടെ ഇരുന്നിട്ട് ഒരു ബ്ലാങ്കറ്റ് ഉത്തരം തരുന്നില്ല. താങ്കൾ പറഞ്ഞ ഇഷ്യൂ ശരിയാണെന്ന് ഒരു സംശയവുമില്ല. ഈ വിഷയത്തിനെ ഫ്ലാഗ് ചെയ്തതിന്, ഈ വിഷയത്തിനെ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങളുടെ മാനിഫെസ്റ്റോ പിന്നെ മാറ്റാൻ അൺവില്ലിംഗ് ആയിട്ടല്ല. ഞങ്ങൾ ഇനിയും ഈ ഇലക്ഷൻ ജയിച്ച ശേഷം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് ചില ഐഡിയാസ് ഉണ്ടെങ്കിലും ആദ്യം ഒരു റിവ്യൂ കമ്മീഷൻ നടത്തും. പക്ഷേ അത് ടൈം ബൗണ്ട് ആയിരിക്കണം. 3 മാസത്തിനകത്ത് റിപ്പോർട്ട് തരണം. അതായിരിക്കും അവർ ഉത്തരവാദിത്വം. അതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുക. ഇപ്പോൾ എൻവയറമെൻറ്റലിസ്റ്റിനെയും ഇരുത്തേണ്ടി വരും, കർഷകരെയും ഇരുത്തേണ്ടി വരും, താങ്കളെപ്പോലുള്ള എക്സ്പെർട്സിനെയും ഇരുത്തേണ്ടി വരും. എന്നിട്ട് നമ്മളൊരു സൊല്യൂഷൻ, ഒരു പക്ഷേ അതൊരു ബ്ലാങ്കറ്റ് ആൻസർ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ചില ഭാഗത്തിൽ എൻവയറമെൻറ്റൽ കോൺസർവേഷനും ചെയ്യണം, ചില ഭാഗത്തിൽ അഗ്രികൾച്ചറിന് പ്രയോറിറ്റി കൊടുക്കണം. ഇതാണ്. അതോ ഇതിൽ കോൺട്രഡിക്ഷൻസ് വരുന്നതും എളുപ്പമല്ല. ഞാൻ നിങ്ങളോട് പറയാൻ പോണത് പിന്നെ ഇത് ആൻസർ അവോയ്ഡ് ചെയ്യാനല്ല. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ഇഷ്യൂ. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ഐ ഹിയർ യു. കുറച്ചും കൂടി ഡീറ്റെയിൽ താങ്കൾ എഴുതാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഇമെയിൽ മാച്ച് തരും, എന്നെ അറിയിച്ചാൽ മതി. ലാസ്റ്റ് ചോദ്യം എടുക്കേണ്ടി വരും മോഹൻദാസ്, എനിക്ക് പോണ്ടി വരും. Good evening, sir. അവിടുന്ന് വിളി വന്നുകൊണ്ടിരിക്കണോ? എൻ്റെ അടുത്ത ചടങ്ങ് തൃശ്ശൂരിലാണ്. Good evening, sir. I wish you a പെട്ടെന്ന് ചോദിച്ചോളൂ. stay in Thrissur. My name is Thomas Matthew. I am a freelance journalist. I think we three share the same university. I know you are from St. Stephen's College, Delhi. I am from Kirorimal College, Delhi. I studied in Kirorimal College, Delhi, and Matthew Guranadan took his doctorate in law from the Delhi University. Right. Sir, my question is only this. Such a versatile genius like you, such an intellectual giant like you, how is it that you tumbled into politics, which is known, which is described by writers as the last resort of a scoundrel? T.J.S. George described it as the first resort of a scoundrel. But how is it that you tumbled into such a dirty game? Do you find it palatable to you? How do they come to politics? You're quite right, sir. Politics has not been a very easy profession. You know, I used to spend my entire life balancing between the world of conclusions, that is observations and writing, and the world of decisions, that is action. In my UN career, I worked for refugees, I worked for peacekeeping, I worked in the Secretary General's office. My role was always both. For me, these were two different ways of reacting to the world I saw around me. So some I did through my writing, some I did through my action. When I left the United Nations and I was invited by the Congress Party to contest the elections, I did not hesitate because I felt that if I didn't explore this opportunity to make a difference to my own country and my own people, that I would essentially be allowing a part of my psyche to wither on the vine. That's why I did it. I really believe in a democracy. Politics still is the best way of helping people, of bringing about change and of making a difference. അപ്പോൾ മാത്യുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥികൾ കിട്ടിയ ശേഷം ഒരു സംശയവും വേണ്ട, ഈ നാടിൽ മാറ്റം കൊണ്ടുവരുന്ന ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയും ഒരു മാറ്റം ഉണ്ടാവും. മാത്യു നിങ്ങളുടെ പ്രതിനിധിത്വം ആത്മാർത്ഥതയോട് ചെയ്യും. അത് മാത്രമല്ല, മാത്യുവിൻ്റെ പ്രവർത്തനം ഒരു ആഡ്വക്കേറ്റ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചില കർഷകരെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, ഒരു ലോയർ ഒരു ക്ലയൻറ്റ് എടുക്കുന്ന പോലെ
മാത്യു നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റായി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലപോലെ സംഘർഷിക്കും. അതാണ് എൻ്റെ വിശ്വാസം. മാത്യു കുഴൽനാടനെ വിജയിപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. One final question. So please, one last question. I'm Denin. I'm a student from NIT Bhopal pursuing architecture bachelor's. So my question is, your book, The Paradoxical Prime Minister, was an introspection on Narendra Modi's first tenure in central government. So if you were to do the same with Pinarayi Vijayan's first, and I hope the only 5 years of his tenure, what would be the adjective you would like to use to title a book on his? On whose first 5? On Pinarayi Vijayan's first 5 years. Pinarayi First and only 5 years. I'll need to think about that because unfortunately there are some contradictions in his method. The contradictory chief minister, paradoxical prime minister, contradictory chief minister. അതുകൊണ്ടാണ്. Thank you, sir. Thank you so much. ഒരു നിമിഷം പ്ലീസ്. പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ആ മൈക്കൊന്ന് കൊടുക്കുമോ സാർ? പെട്ടെന്ന് വേണേ. Excuse me, I have a different question and also one vital subject. തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മക്കൾ മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുള്ള ഒരു വിഭാഗമുണ്ട്, ഭിന്നശേഷിക്കാർ. എത്രയോ അമ്മമാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ മരിച്ചു കാണണം. കേന്ദ്ര സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ ഈ രംഗത്ത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയെങ്കിലും കോൺക്രീറ്റായിട്ട് ഒരു സ്റ്റെപ്പും ചെയ്തിട്ടില്ല. ഏറെ ദുഃഖത്തോടെ പറയുകയാണ്. ബഹുമാന്യായ പ്രധാനമന്ത്രി വരെ ദിവ്യാംഗൻ എന്നൊരു വിളി വിളിച്ചല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കേരള സർക്കാരാണെങ്കിൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരുടെ ഫണ്ട് വെട്ടിമാറ്റാനാണ് എപ്പോഴും താല്പര്യം. ഈ രംഗത്ത് അങ്ങയുടെ ക്രിയാത്മകമായ ഇടപെടൽ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് സജഷൻ താങ്കളൊന്ന് എഴുതി കൊടുത്താൽ ഞാൻ അതിനു വേണ്ടി സംസാരിക്കും. നമ്മൾ മാത്യു വഴിക്ക് ചെയ്താൽ കൂടി മതി. പറഞ്ഞാൽ നമ്മളിത് നിയമസഭയിലോ പാർലമെൻറ്റിലോ ഏറ്റെടുത്തിട്ട് സർക്കാരിൻ്റെ ഏത് പ്രത്യേകിച്ച് ഏത് വിധത്തിൻ്റെ സഹായമാണ് താങ്കൾ അഭ്യർത്ഥിക്കുന്നത് ഒന്ന് എനിക്ക് ഒരു സ്പെസിഫിക് പ്രപ്പോസൽ അയച്ചു തരും. Sir, lot of things has to be done, lot of things, but nothing has been done so far. Lot of things has to be done, but nothing has been done. ഒരു എഴുതി തരും ഡീറ്റെയിൽ വെച്ചിട്ട്. ഇത് ഞങ്ങൾ ചിന്തിക്കാൻ തയ്യാറാണ്. എനിക്കിതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, വലിയ ദുഃഖകാര്യമാണ്. പക്ഷേ ഇത് അറിയാത്തത് എന്താ പ്രപ്പോസൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. സാർ, എനിക്ക് പറയാനൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ലെറ്റർ അവിടെ ഉണ്ട്. ആ ലെറ്റർ വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയിക്കുക. അതിലെന്തെങ്കിലും ഇവർക്ക് മെസ്സേജ് എല്ലാവരും അതിൽ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് അതിൽ കൊടുത്തിരിക്കുന്ന ആ മെസ്സേജ്. അത് എന്ന് പറഞ്ഞൊന്ന് കൊടുത്താൽ നല്ല കാര്യം. അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഇതിൽ കൺസിഡർ ചെയ്താൽ മതി. അത് ആ ലെറ്റർ സാറ് വായിച്ചു. അത് വായിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻട്രാക്ഷനിലുള്ളൊരു പ്ലാറ്റ്ഫോം കൂടി ഇവിടെ വരുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് വന്നാലും ഞാൻ ഡോക്ടർ തരൂരിന് പാസ് ഓൺ ചെയ്തിട്ട് പുള്ളിയുടെ ഉത്തരം നമുക്ക് തിരിച്ചു മേടിക്കാം. സോ ഹി വിൽ ഹാവ് ടു ലീവ്. കൈൻഡ്ലി എക്സ്ക്യൂസ് ഫോർ ദ ഡേ. ഐ മീൻ ദിസ് വെബ്സൈറ്റ് ലോഞ്ച് വിൽ ബി ദർ. ആദരണീയനായ ഡോക്ടർ ശശി തരൂർ, ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളുടെയൊക്കെ ഹൃദയത്തിലേറിയ പ്രിയങ്കരനായ ഡോക്ടർ മാത്യു കുഴൽനാടൻ, മോഹൻദാസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു MLA അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനകീയൻ എന്നുള്ള ഒരു വാക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഏതൊരു പാർട്ടിയും അവരുടെ കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ജനകീയനാണോ എന്നും അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലുകളും ഒക്കെ മാനദണ്ഡമായി വയ്ക്കാറുണ്ട്. സ്നേഹബഹുമാനപ്പെട്ട ശശി തരൂർ സാർ, അദ്ദേഹം എന്ന് മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആശയമായിരുന്നു വിദ്യാഭ്യാസമുള്ള തൊഴിലുള്ള വ്യക്തികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണമെന്നുള്ളത്. നമ്മുടെ വരും തലമുറയുടെ ഭരണരംഗം സുതാര്യമായി പോകുക എന്നുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടനും നമ്മുടെ മുൻപിൽ ആയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം അത് തെളിയിച്ചും തന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ശോഭന സ്കൂളിലെയും നിർമ്മല സ്കൂളിലെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം എടുത്തതിന് ശേഷം JNUവിൽ നിന്ന് MPhilഉം PhDയും നേടിയ അദ്ദേഹം KSU
NSUI, യൂത്ത് കോൺഗ്രസ് എന്നൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ തൊഴിലിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഓരോ യുവതലമുറയിലെ ഓരോ യുവാക്കൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ മുൻപിൽ അദ്ദേഹവും ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചു തരികയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സാമൂഹിക ഇടപെടലുകൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ കണ്ടതാണ്, നമ്മുടെയൊക്കെ മുൻപിൽ കണ്ടതാണ്. കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് തെരുവുകളിൽ അവരുടെ തൊഴിലിന് വേണ്ടി യാചിക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. സമരവേദികളിൽ മുൻപന്തിയിൽ ശ്രീ മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു. സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ, നിയമ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൂവാറ്റുപുഴയിൽ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക എന്നുള്ള ഒരു ആശയം കൂടി അദ്ദേഹം മുൻപോട്ട് വെക്കുകയാണ്. അതിനുവേണ്ടി ടോക്ക് ടു മാത്യു എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും, കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ഏതൊരു വ്യക്തികൾക്കും, അതോടൊപ്പം തന്നെ ഏതൊരു സാധാരണക്കാരനും നമ്മുടെ നിയുക്ത MLA യോട് സംവദിക്കാനായിട്ടുള്ള ഒരു വേദി കൂടിയാണത്. ആ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിനായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായി, നമ്മുടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മുഹൂർത്തമാണിത്. സ്നേഹബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂർ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Matthew Kuralnadan, they talktomatthew.com in the website. I am Matthew Kuralnadan. I'm the UDF candidate for Muvattupuzha. I have started this website so I can remain closer to each one of you than ever before. I want to listen to you, talk to you, laugh and grieve with you, and most of all lead your fight against corruption for justice and equality for all. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം ക്ലിയർ ആണ്. താഴത്തൊരു മഞ്ഞ ബട്ടൺ ഉണ്ട്, ടോക്ക് ടു മീ. അപ്പം അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുക്കണം, ഒരു ചോദ്യം ചോദിക്കണം, ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ആ ബട്ടണിൽ അമർത്തിയിട്ട് അദ്ദേഹത്തിന് നേരിട്ട് മെസ്സേജ് എത്തിക്കാം. നല്ലൊരു ഇന്നോവേഷനാണ് മാത്യു, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ജയിച്ചു. പക്ഷെ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായ സഹായവും പിന്തുണയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF, ജയ് കോൺഗ്രസ്, ജയ് മാത്യു കുഴൽനാടൻ. തലമുറകൾക്ക് അതീതമായിട്ടുള്ള ഒരു ആദർശ നേതാവ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തിന് നന്ദി പറയുവാനായിട്ട് വാക്കുകളില്ല. എല്ലാവർക്കും ലഘുഭക്ഷണവും ചായയും ഉണ്ട്. എല്ലാവരും വിരുന്ന്